കണ്ണൊക്കെ പൊളിച്ചിട്ട് പാടില്ല. നമ്മൾ രാത്രി നന്നായിട്ട് ഉറക്കം നിൽക്കുന്നുണ്ട്. വലിയ കീറിപ്പൊളി ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞു രീതിയിലുള്ള കുഞ്ഞിക്കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉറക്കമൊക്കെ തദൈവയാണ്. എന്നാലും പകലും ഞാൻ കുറച്ച് സമയം നോക്കി തപ്പി പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് അവളുടെ കൂടെ കിടന്നൊന്ന് ഉറങ്ങും. മിക്കപ്പോഴും കുറച്ച് നേരം കിടന്നുറങ്ങും. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ ഉറക്കമൊക്കെ കണക്കായിരിക്കും. പോട്ടെ, അപ്പോഴേക്കും നമ്മുടെ റൊട്ടീനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റായി പഴയതുപോലെ വരും. അപ്പോൾ ഇതാ ഒത്തിരി നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് വലിയ തീരുമാനമൊന്നും ഇല്ലാണ്ട് ചടപടേ എന്ന് പറഞ്ഞെടുത്തൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വേഗം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഇതാ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട്, ഉപ്പിട്ടില്ല, മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ദേ സവാള ഇട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഫ്രിഡ്ജിലെന്ന് അയ്യോ അടുപ്പത്ത് വയ്ക്കാൻ പോവാട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ സ്റ്റൗവിലേക്ക് കുക്കർ എടുത്ത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇതാ വേഗം കുറച്ച് ഉപ്പ് ഇട്ടു, പിന്നെ വെള്ളം ഒഴിച്ച ശേഷം അടച്ചു വെച്ചു. നമ്മളിങ്ങനെ ഉറക്കം നിൽക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് കിളി പാറിയ പോലെ ആയിരിക്കും. ഞാൻ ഇത് ഇങ്ങനെ പൊങ്ങിത്തരാൻ പറയല്ല കേട്ടോ, സത്യം. നമ്മളിത് ഇങ്ങനെ ഉറക്കം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഫീഡ് ചെയ്യുന്ന സമയത്തും ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ഒന്നും ആവാത്ത ഈ ദിവസങ്ങളിലും, അധികം മീൻസ് ഇപ്പോൾ ഒരു 45 ഡേയ്സ് 50 ഡേയ്സിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഉറക്കത്തിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി രാവിലെ തന്നെ പണികളൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന്. അപ്പോൾ അതാ വേഗം കുമ്പളങ്ങ മോര് കാച്ചാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കുമ്പളങ്ങ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ടല്ലോ, ആ കടയുടെ ഫ്രണ്ടിൽ കുമ്പളങ്ങ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ വഴി കൂടി പോകുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കുമ്പളങ്ങയിൽ നിന്ന് വലിയ കുമ്പളങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചി ഒരു കഷ്ണം തന്ന് വിട്ടതാണ്. അപ്പോൾ അത് ചോറ് തലേ ദിവസം തന്നെ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അരി തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ വേവിച്ച് ചോറാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി അടച്ച് വാർക്കാം. വലിയ വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ ചെയ്യാണ്ട് നിവർത്തിയില്ല. ഇതൊക്കെ ഒരുപാട് ദൂരം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നില്ലല്ലോ, അടുക്കള ടു അടുക്കള അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ കറികളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കിടക്കുകയും ചെയ്യാം. പിന്നെ അതുമല്ല, ഈ വ്ളോഗ് എടുത്ത ദിവസമാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ 6ാമത്തെ ആഴ്ച ഡോക്ടറെ ചെന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ പണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം സമാധാനത്തിൽ പോയിട്ട് വരാം. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അയ്യോ അത് ഫ്രിഡ്ജിലിരിക്കുക, അയ്യോ ഇത് അടപ്പത്തിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കും. ചോറില്ലല്ലോ, കറിയില്ലല്ലോ, ഇതങ്ങ് നേരത്തെ വെച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അച്ചിങ്ങയൊക്കെ ഞാൻ നേരത്തെ തന്നെ, തലേ ദിവസമല്ല കുറച്ച് ദിവസം മുന്നേ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചാൽ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അച്ചിങ്ങ എടുത്തിട്ട് മെഴുക്ക് വരട്ടി ആക്കാമെന്ന് കരുതി ഇഞ്ചിയല്ലല്ലോടെ വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും കൂടി മിക്സിയിലിട്ടൊന്നൊരു ആക്കിയിട്ട് മഞ്ഞളും മുളകും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അച്ചിങ്ങ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ചെമ്മീൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ഞാൻ കരുതി 56 കഴിഞ്ഞിട്ട് ചെമ്മീൻ മേടിക്കാമെന്ന്. ഇവിടെ ഇടയ്ക്ക് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് മേടിച്ചു, പക്ഷെ ഞാൻ കൂട്ടിയില്ല, പിള്ളേർക്ക് മേടിച്ചു. കാരണം ഇപ്പോൾ ചെമ്മീനൊക്കെ കഴിച്ചാൽ പഴുക്കും എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല, പറയുന്നുണ്ട്, പണ്ട് മുതലേ പറയുന്നുണ്ട് ചെമ്മീൻ ഞണ്ട് കക്കയൊക്കെ പഴുപ്പിന് ബുദ്ധിമുട്ടാണ്, പഴുപ്പ് വരും എന്നൊക്കെ പറയുന്നുണ്ട് മുറിവിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ അരിഞ്ഞ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അരപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് തേങ്ങ, ഇതൊക്കെ നേരത്തെ തന്നെ ചിരണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ ചിരണ്ടിയതല്ല, ഇതൊക്കെ ടിന്നിലാക്കി ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതാ തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ജീരകവും ഇട്ടിട്ട് അരയ്ക്കാൻ പോകും. ഞാൻ വേപ്പിലിടാൻ മറന്നു പോയടാ, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടിയാൽ. പക്ഷേ ആ പ്രത്യേക ടേസ്റ്റ് കായ ഇടുമ്പോൾ തന്നെ സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല മഷി പോലെ അവിടെ നമ്മുടെ ഇത് അരിഞ്ഞല്ലോടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ അടപ്പൊന്നല്ല നമ്മുടെ സ്റ്റൗവിൽ നിന്ന് അച്ചിങ്ങ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് കടുക് താളിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ആന്തിട്ടോ, കൈയൊന്ന് പൊള്ളി, കുറച്ച് രോമം കരിഞ്ഞ് പോയി, സാരില്ല പോട്ടെ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമോളൊന്ന് കരഞ്ഞു, പോയി പാലൊക്കെ കൊടുത്തു, ഒന്ന് തട്ടിക്കൊടുത്ത് ഉറക്കിയിട്ട് വന്നു. എന്നിട്ട് ഇതാ കുറച്ച് വറ്റൽമുളകും കടുകും ഒക്കെ പൊട്ടിച്ച് താളിച്ചങ്ങ് എടുത്തുവിട്ട് നമ്മുടെ മോര് ജാറിന് ഇടാനാണ്. ഞാനപ്പോൾ നമ്മുടെ കുറച്ച് മുളക് പൊടിയും കായ ഇട്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ നമുക്കിപ്പോൾ പഴയതുപോലെ തന്നെ അങ്ങനെ നിന്ന് തന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ, എന്തൊക്കെയാണെങ്കിലും ഞാൻ വീഡിയോ ഇടും. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കളയാൻ എനിക്ക് മനസ്സില്ല. അപ്പോൾ ഞാൻ നമ്മുടെ അച്ചിങ്ങ ഒന്നും കൂടി വെള്ളം പറ്റിച്ചെടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റി അധികം ഉണ്ട്, സ്കൂളിലും കൊടുത്തുവിടാം, ഉച്ചയ്ക്കും കഴിക്കാം, ബാക്കിയുണ്ടെങ്കിൽ രാത്രി ഒപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്തേക്ക് ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള
ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ ദാ അരച്ച് വച്ച നമ്മുടെ തേങ്ങ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തൈരും കൂടി ചേർത്ത് അടിച്ച് ഇട്ടു കേട്ടോ. അപ്പോൾ അതങ്ങനെ കുമ്പളങ്ങ മോര് കാച്ചിയതായി നമ്മൾ താളിച്ച് വെച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. A to Z എല്ലാം കഴിഞ്ഞു. കായപ്പൊടി ഇട്ട് കാച്ചുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങളും ചെയ്തോളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പിൻ്റെ ഒരു കുറവ് തോന്നി, അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല ഞാൻ അധികം പച്ചമുളകിൻ്റെ എരിവ് ഭയങ്കരമായിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് കുറേ ഇട്ട് വേവിക്കാൻ പേടിയാണ്. കാരണം നമുക്ക് പല പച്ചമുളകും പല എരിവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് എരിവില്ലാച്ച താളിക്കുമ്പോൾ ഇച്ചിരിയും കൂടി ഒരു മുളക് പൊടി ഇടും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ഗ്രീൻ പീസ് കറി മസാലക്കറി റെഡിയാക്കുകയാണ്. നമുക്ക് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഞാൻ ഓൾറെഡി പലവട്ടം ഇത് മാത്രമൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇവിടെ മുഖ്യമ്മികിലേ എൻ്റെ ചേട്ടന് എൻ്റെ മനുവേട്ടനും മല്ലിയില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം കുഴാന്നങ്ങ് വേവിച്ചില്ല കേട്ടോ. എപ്പോഴും ഞാൻ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ അങ്ങ് ഇല്ലാത്ത പോലെ ആയിപ്പോവും. പക്ഷെ അതാണ് ടേസ്റ്റ്, എനിക്കിഷ്ടം അതാണ് കേട്ടോ. പക്ഷേ ഇവിടെ എപ്പോഴും പറയും അത്രയ്ക്കങ്ങ് വേവിക്കേണ്ട ജിഫി, ടേസ്റ്റാണെന്ന് പറയും. അപ്പോൾ ഇന്നൊരു ഇച്ചിരി ഒരു പരുവത്തിന് നിർത്തിയിട്ടുണ്ട്. ഫൈനലി കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്കത് ഇറക്കി വെക്കാം. ഇപ്പോൾ തിളച്ചില്ലെങ്കിലും പയ്യൊന്ന് ചൂടായാലും ഈ കറി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പറ്റിച്ചൊക്കെ അങ്ങ് എടുക്കണം, അതായത് നമുക്കിങ്ങനെ വരട്ടിയ പോലെ എടുക്കണം എന്നാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തെടുത്താൽ മതി. പിന്നെ ഇതാ പാക്കറ്റ് ചപ്പാത്തിയാണ്. കുഴയ്ക്കാനും പരത്താനൊന്നും നേരമില്ല. അല്ലെങ്കിൽ ഞാൻ കുഴയ്ക്കാറുമില്ല പരത്താറുമില്ല. എനിക്ക് പൊതുവേ ചപ്പാത്തി പരത്താനും അതിനൊക്കെ ഒരു വശം ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി പാക്കറ്റ് തലേദിവസം മേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുട്ടെടുത്തത് കാസറോളിലേക്ക് ആക്കി വെക്കുകയാണ്. ഇനി ഫൈനൽ നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഡെയിലി 1 ഗ്ലാസ് പാല് ഇവിടെ മസ്റ്റാണ്. ഇപ്പോൾ വേറെ ആർക്കുമല്ല കേട്ടോ, എനിക്ക് 1 ഗ്ലാസ് പാല് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വിത്ത് മൈ മദേഴ്സ് ഹോർലിക്സ് ചേർത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടനും പിള്ളേർക്കും ഞാൻ 1 ഗ്ലാസ് ചായ എടുക്കുകയാണ്. അതിൽ കൂടി ഞാനും കുടിക്കും കേട്ടോ 1 ഗ്ലാസ് ചായ. അപ്പോൾ ഞാൻ എൻ്റെ അത്യാവശ്യം ജോലികളൊക്കെ ഒതുങ്ങി. ഇനി പിള്ളേരൊക്കെ എണ്ണീറ്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പയ്യെ ചെയ്യുന്നുണ്ട്. ഇനി ചോറും കിട്ടി അവരെ പറഞ്ഞു വിടണം. ഞാനിപ്പോൾ ഒരു സമാധാനമായിട്ട് 1 ഗ്ലാസ് ചായ കുടിക്കട്ടെ. പാൽ ചായ ആണെന്ന് പറഞ്ഞപ്പോൾ അന്നക്കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവക്കും കൊടുക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.